നമസ്തേ ഭഗവാൻ. അതിമനോഹരമായിട്ടുള്ള ശക്തിയേറിയ ഭാര്യ ഭർത്തൃ ഐക്യത്തിന് വേണ്ടി ജപിക്കാൻ പറ്റുന്ന ഒരു മനോഹരമായ മന്ത്രത്തെയാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. കേവലം 21 പ്രാവശ്യം നിങ്ങൾക്ക് ഈ മന്ത്രം ജപിച്ചാൽ മതിയാകും. ഒരുമിച്ച് താമസിക്കുന്ന വളരെ ഇഷ്ടത്തോടുകൂടി ഭാര്യയ്ക്കും ഭർത്താവിനും പരസ്പരമുള്ള വിശ്വാസങ്ങൾ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു മന്ത്രത്തെ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. നിങ്ങളൊരു കൂട്ടുകുടുംബമാണോ ഉണ്ടെങ്കിൽ ആ കുടുംബത്തിൻ്റെ ഭദ്രതയ്ക്കും കുടുംബത്തിലുള്ള അംഗങ്ങളുടെ വിശ്വാസത്തിന് വേണ്ടിയിട്ട് ഈ ഒരു മന്ത്രം നിങ്ങൾക്ക് ജപിക്കാവുന്നതാണ്. ഒരിക്കലും ഭർത്താവ് പിണങ്ങി മാറി നിൽക്കുകയോ അങ്ങനെ ഒരു ആശങ്ക ഭാര്യയ്ക്കുണ്ടായാൽ ഈ ഒരു മന്ത്രം നിങ്ങൾക്ക് ജപിക്കാം. അതുപോലെ തന്നെ നേരെ തിരിച്ചും ഭർത്താവിനും ജപിക്കാവുന്നതാണ്, ഭാര്യയ്ക്കും ജപിക്കാവുന്നതാണ്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബമായി താമസിക്കുന്ന എല്ലാവർക്കും ഒരേപോലെ ജപിക്കാൻ പറ്റുന്ന ശ്രേഷ്ഠമായ ഒരു മന്ത്രമാണ് ഇത്. നിരവധി ആളുകൾ ഇത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്നെ വിളിക്കാറുണ്ട്. തിരുമേനി, ഞാൻ സ്നേഹിക്കുന്ന കുട്ടിക്ക് എന്നെ തീരെ വിശ്വാസമില്ലാതായിരിക്കുന്നു, ആദ്യമൊന്നും ഇങ്ങനെ ഇല്ലായിരുന്നു ഒക്കെ. ആ ഒരു വ്യക്തിക്ക് ഞാൻ പറഞ്ഞു കൊടുത്ത അല്ലെങ്കിൽ ഉപദേശിച്ചു കൊടുത്ത ഒരു മന്ത്രമാണിത്. എല്ലാവർക്കും ഉപകാരപ്പെട്ടു, അതിൽ വളരെയധികം സന്തോഷം. ജപിക്കുന്ന ആളുകൾക്കൊക്കെ ഈ ഒരു മന്ത്രം ജപിച്ചതിന് ശേഷം വളരെ നല്ല രീതിയിൽ വ്യത്യാസമുള്ളതായി പറയുന്നതുകൊണ്ട് എല്ലാവരും ഈ ഒരു മന്ത്രത്തിൻ്റെ മഹാത്മ്യം അറിഞ്ഞിരിക്കട്ടെ എന്നുള്ള ഉദ്ദേശം കൊണ്ടാണ് ഈ ഒരു മന്ത്രം പരിചയപ്പെടുത്തുന്നത്. കേവലം 21 പ്രാവശ്യം മാത്രം ജപിച്ചാൽ മതി. ഒരു ദിവസം 21 പ്രാവശ്യം ജപിച്ചാൽ മതി. അതെ, ദാമോദര മന്ത്രം എന്ന് പറയാറുണ്ട് ഇതിനെ. മന്ത്രം ഇതാണ്: ദാമോദരായ വിദ്മഹേ രുക്മിണീ വല്ലഭായ ധീമഹി തന്നോ കൃഷ്ണ പ്രചോദയാത്. ദാമോദരായ വിദ്മഹേ രുക്മിണീ വല്ലഭായ ധീമഹി തന്നോ കൃഷ്ണ പ്രചോദയാത്. മന്ത്രം ഇതാണ്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു മന്ത്രമാണ്. ഈ പറഞ്ഞ മന്ത്രം നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയെടുത്ത് പഠിച്ച് കൃത്യമായി 21 തവണ എല്ലാ ദിവസവും നിങ്ങൾക്ക് ജപിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ശ്രേഷ്ഠം, ഒന്നും പറയാനില്ല. നിങ്ങളുടെ ജീവിതം സേഫായിരിക്കും. ഭാര്യയ്ക്ക് ഭർത്താവിനോടും ഭർത്താവിന് ഭാര്യയോടും അകമഴിഞ്ഞ വിശ്വാസം ഈ മന്ത്രം ജപിക്കുന്ന ആൾക്കുണ്ടാവും. പരസ്പരം ഒരിക്കലും പിണങ്ങുകയില്ല എന്നർത്ഥം. ദീർഘനാൾ നിങ്ങൾ ഐക്യത്തോടുകൂടി ജീവിക്കാൻ സാധിക്കും. ഈ വീഡിയോ കാണുന്നവരാരെങ്കിലും ഈ ഒരു മന്ത്രം ജപിക്കുന്നവരാണ് എങ്കിൽ എല്ലാവരും ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ മറ്റുള്ള ഈ വീഡിയോ കാണുന്നവർക്ക് അതൊരു പ്രചോദനമാകും. മന്ത്രപരിചയത്തിൽ മറ്റൊരു മന്ത്രവുമായി വീണ്ടും വരാം. നമസ്തേ ഭഗവാൻ.